ശ്രീ വസീഫ്, പ്രധാനമന്ത്രി നേരിട്ട് കേരളത്തിൽ വന്ന് അവരുടെ ആദ്യത്തെ റാലിയിൽ തന്നെ സ്വർണ്ണക്കടത്ത് ഉന്നയിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ചോദിച്ചത് സ്വർണം കടത്തിയത് ഏത് ഓഫീസ് വഴിയാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ എന്നാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ, കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇതാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു എന്ന ഒരു വലിയ കാര്യം ഇന്നലെ തൃശ്ശൂരിൽ സംഭവിച്ചു. എന്നിട്ട് എന്തേ ആക്ട് ചെയ്യാത്തത് എന്ന ചോദ്യം നിശ്ചയമായും കോൺഗ്രസിന് ചോദിക്കുകയും ചെയ്യാം. സ്വർണ്ണക്കടത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറാൻ പോവുകയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അഭിലാഷേ, ഏത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും കേരളത്തിൽ ഈ UDF ആയാലും BJP ആയാലും CPM-ന്റെ നേതൃത്വത്തിനെതിരെ ഏതെങ്കിലും ഒരു പരാതി, ഒരു യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തത് വെച്ച് ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ അതിങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കുന്ന ഒരു രീതി നമ്മുടെ കേരളത്തിലുണ്ട്. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. ആ സ്വർണ്ണക്കടത്തൊക്കെ എത്ര ദിവസങ്ങളായി നമ്മൾ ഈ കേരളത്തിൽ ചർച്ച ചെയ്തതാ, എത്ര ദിവസം എടുത്ത് ചർച്ച ചെയ്തതാ. ഇപ്പൊ ആ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയെ തന്നെ സംരക്ഷിക്കുന്ന നിലപാട് ആരാ സ്വീകരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. അന്ന് ഈ പറയുന്ന കസ്റ്റംസും അതുപോലെ തന്നെ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥനുമായിട്ട് ഫോണിൽ സംഭാഷണം നടത്തി എന്ന് പറഞ്ഞ് BJP നേതാവ് പറഞ്ഞ സമയത്ത് ആ കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, എന്നെ അങ്ങനെ ആരും വിളിച്ചിട്ടില്ല. അന്ന് തന്നെ നമുക്ക് ഓർമ്മയുണ്ട്. അതേ സമയത്ത് ഈ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറഞ്ഞ, യാഥാർത്ഥ്യം പറഞ്ഞ ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാഴ്ചയും ഇതേ കേരളത്തിൽ നമ്മൾ കണ്ടതാ. അപ്പോൾ ഇതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. ഇവിടെ ഇത് മാത്രമല്ല, നേരത്തെ വന്നിരുന്നു അമിത്ഷാ വന്നിട്ട്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി വന്നിട്ട് ഈ കേരളത്തിലൂടെ നടന്നു, ഓർമ്മയില്ലേ നമുക്ക്? സാക്ഷാൽ പിണറായി വിജയന്റെ മണ്ഡലത്തിലൂടെ ഉൾപ്പെടെ കാൽനട ജാഥ നടത്തിയിട്ട് എന്തുണ്ടായി ഈ കേരളത്തിനകത്ത്? ഉള്ള ഒന്ന് പൂജ്യമായി പോയില്ലേ? കോൺഗ്രസ് കൂടി സഹായിച്ച് നിയമത്തുണ്ടാക്കിയ ഒരു അക്കൗണ്ട് തുറന്ന അക്കൗണ്ട്, ആ അക്കൗണ്ട് കൂടി കേരളത്തിൽ പരാജയപ്പെട്ടു. അന്നും ഇതുപോലെ തന്നെ ശബരിമലയുടെ സുവർണാവസരം ഉപയോഗപ്പെടുത്തി 2 സീറ്റിൽ BJPയുടെ അധ്യക്ഷൻ മത്സരിച്ചു. അതിനുവേണ്ടി ഹെലികോപ്റ്റർ ആവശ്യപ്പെട്ടു. അങ്ങനെ ഹെലികോപ്റ്റർ ആവശ്യപ്പെട്ടിട്ട് പത്തനംതിട്ടയിലും കാസർഗോഡും മത്സരിച്ച് പറന്നിറങ്ങി തോറ്റു കേരളത്തിലെ BJPയുടെ പ്രസിഡന്റ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കറിയാം BJP എന്താണെന്ന്. BJPയെ തോൽപ്പിക്കേണ്ടതാണെന്നും BJPയെ കേരളത്തിന്റെ പടിക്ക് പുറത്ത് നിർത്തേണ്ടതാണ് എന്നും നല്ല ധാരണ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതിലൊന്നും ഒരു തർക്കവുമില്ല. പിന്നെ ഇപ്പൊ ഇവർ വന്ന് പറയുന്ന വികസനത്തിന് ഈ BJPയെ വിജയിപ്പിക്കണം എന്നൊക്കെ പറയുക, വലിയ വാഗ്ദാനങ്ങൾ പറയുക, സ്ത്രീകളോടുള്ള സ്നേഹം പറയുകയാണ്. ഇങ്ങനെ ഓരോന്നും പറഞ്ഞു വരിക. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ BJPയുടെ പൊള്ളയായ വാഗ്ദാനങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ട്. ഇത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരാണ്. കോൺഗ്രസ് എന്താണ്, BJP എന്താണ് എന്നുള്ള നല്ല ധാരണ ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഈ അഴിമതി കേസുകളൊക്കെ ഇവർ ഉന്നയിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ബോധ്യം ഇവർക്കുണ്ട്. ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി കേരളത്തിലെ BJP നടത്തുന്ന നീക്കുപോക്കുകളൊക്കെ നല്ല ധാരണയോടുകൂടി നല്ല ബോധ്യത്തോടു കൂടി കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിലെ ഈ ഗവർണർക്കെതിരെ ഒരു അക്ഷരം മിണ്ടാത്തവരല്ലേ ഈ പറയുന്ന കോൺഗ്രസ് പ്രതിനിധികൾ? എന്നിട്ട് ഇപ്പൊ സ്വർണ്ണക്കടത്ത് അന്വേഷിക്കണം എന്നാ പറയുന്നത്. ഇവരെ ഒരു രീതി തന്നെ ഇതാ. ഇവരുടെ രീതി ഈ അന്വേഷണങ്ങൾ ഒക്കെ നടത്തി ഇവിടെ ഒരു പുകമറ സൃഷ്ടിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് യാഥാർത്ഥ്യങ്ങളെ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ നുണകൾ പറഞ്ഞ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു രീതി ഇവർക്കുണ്ട്. എന്നിട്ട് അന്വേഷണത്തിന്റെ പുറകിൽ ഇങ്ങനെ ആളുകളെ കെട്ടിയിടുന്ന രീതി, ആ ഒരു പുകമറ സൃഷ്ടിക്കുന്ന രീതിയൊക്കെ ഇവർക്കുണ്ട്. പിന്നെ ഇവർ വികസനത്തെക്കുറിച്ചും ഇവർ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് തമാശയായി തോന്നുന്ന ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ കള്ളപ്പണം കണ്ടുകെട്ടി ഇതാ 15 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇടുമെന്ന് പറഞ്ഞ് പ്രസംഗിച്ചവരാ ഇവരുടെ പ്രസംഗങ്ങളെ കുറിച്ച് നമുക്കറിയില്ലേ? ഈ കള്ളപ്പണം പിടിച്ചുകൊണ്ടുവന്ന് അക്കൗണ്ടിൽ ഇടും. പെട്രോളിന്റെയും ഡീസലിന്റെയും വില 50 രൂപയും 40 രൂപയും ആക്കും പറഞ്ഞില്ലേ? കോൺഗ്രസ് വില നിയന്ത്രണാധികാരം കുത്തകകൾക്ക് കൊടുത്തത് കൊണ്ടാണ് രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചത് എന്ന് പറഞ്ഞ് ആ വില നിയന്ത്രണാധികാരം കോർപ്പറേറ്റുകളിൽ നിന്ന്, ഉടമകളിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പിടിക്കും, ഗവൺമെന്റ് നിശ്ചയിക്കും വില എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നു BJP. എന്തുണ്ടായി? ഡീസലിന്റെ വില നിയന്ത്രണാധികാരം കൂടി കുത്തകകൾക്ക് കൊടുത്തു. ഈ സാഹചര്യം നമ്മൾ കണ്ടു. ഗ്യാസിന്റെ സബ്സിഡി അക്കൗണ്ടിലേക്ക് വരും ഇനി മുതൽ എന്ന് പറഞ്ഞു. സ്ത്രീകളെ കൊണ്ടും നമ്മുടെ നാട്ടിലെ വീട്ടമ്മമാരെ കൊണ്ടൊക്കെ അക്കൗണ്ട് എടുപ്പിച്ചു നാഷണലൈസ്ഡ് ബാങ്കുകളിൽ. അവർ പോയി കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് അക്കൗണ്ട് എടുത്തു. അങ്ങനെ അക്കൗണ്ട് എടുത്തിട്ട് ഗ്യാസിന്റെ സബ്സിഡി അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു ആനുകൂല്യവും
ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. എന്നിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് 6000 രൂപയോ മറ്റോ ഇതാ ഇങ്ങനെ ഒരു രീതിയിൽ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലേക്ക് വന്നു എന്നല്ലാതെ എന്ത് വാഗ്ദാനങ്ങളാണ് ഇവർ പാലിച്ചത്? ഇവിടെ ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ ഒരു വലിയ കണക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. ഇവർ പറഞ്ഞിരുന്നത് 2 കോടി പേർക്ക് ഒരു വർഷം തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരല്ലേ ഈ BJP ഗവൺമെന്റ്. ഇന്ന് ഇന്ത്യൻ റെയിൽവേയിൽ പോലും 4 ലക്ഷത്തോളം വേക്കൻസി ഉണ്ട് എന്ന ഈ പറയുന്ന റെയിൽവേ മന്ത്രി തന്നെ പാർലമെന്റിനകത്ത് പറയുന്ന സാഹചര്യമുണ്ട്. എന്നിട്ടോ അവിടെ നിയമന നിരോധനമാണ്. 4 ലക്ഷത്തോളം വേക്കൻസിയാണ്. ഞങ്ങൾ DYFI നിരന്തരമായി സമരത്തിലാണ്. ഈ വേക്കൻസികളിലേക്ക് ആളെ നിയമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വരുന്ന 20-ാം തീയതി മനുഷ്യച്ചങ്ങല നടത്തുകയാണ്. ഈ റെയിൽവേ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽപ്പനക്ക് വെക്കുകയും നിലവിലുള്ളതിൽ നിയമനങ്ങൾ നടത്താതിരിക്കുകയും ചെയ്യുന്ന ഈ യുവജന വിരുദ്ധ നയത്തിനെതിരെ ഞങ്ങൾ പോരാട്ടത്തിലാണ്. ഇതൊക്കെ ഞങ്ങൾ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ള കാര്യം തന്നെയാണ്. ഞങ്ങൾ ഡൽഹിയിലും പോയി ഇതേ വിഷയങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. പിന്നെ ഈ ഒരു പൊള്ളയായ വാഗ്ദാനങ്ങളും ഈ ബഡായി കൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ കയറാമെന്ന് ഒരു മോഡിയും കരുതേണ്ടതില്ല. ശരി.